ചങ്ങലമാട, എന്നേക്കുമായി ഈ മരത്തിൽ വസിച്ചുകൊള്ളുക. ഇനി ഈ ഗ്രാമത്തെ ശല്യം ചെയ്യരുത്. ചങ്ങലമാടന്റെ ശല്യം ആ ഗ്രാമത്തിൽ കൂടി വന്നപ്പോൾ അവിടെ ദൂരദേശങ്ങളിൽ നിന്നും ചില മന്ത്രവാദികളെ വിളിച്ചു വരുത്തി. അവിടെ ആവാഹനത്തിന് കളമൊരുങ്ങി. ആവാഹന സമയത്ത് അതിലൊരു മന്ത്രവാദി പറഞ്ഞു, ഈ ചങ്ങലമാടനെ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും നീരുള്ള മരത്തിൽ ആവാഹിച്ച് തളയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന ആ ഒരു ദൈവപ്രശ്നത്തിൽ അവിടുത്തെ നാട്ടുകാർ കാണിച്ചു കൊടുത്തത് ആ ഗ്രാമത്തിൻ്റെയും അടുത്തൊരു ഗ്രാമത്തിൻ്റെയും അതിന് പങ്കിടുന്ന ഭാഗത്തെ ഒരു ആൽമരമായിരുന്നു. അങ്ങനെ അന്ന് ആ ഒരു രാത്രി അവിടെ വലിയ രീതിയിലുള്ള ആവാഹനവും ഉച്ചാടനവും നടത്തി ചങ്ങലമാടന്റെ ആത്മാവിനെ ആൽമരത്തിൽ ആവാഹിച്ച് തളച്ചു. എന്നാൽ പ്രത്യേകിച്ച് ആണിയൊന്നും ഉപയോഗിച്ചായിരുന്നില്ല അന്ന് ആവാഹനം നടത്തിയത്. ചില മന്ത്രതന്ത്ര പൂട്ടുകളിലൂടെയായിരുന്നു. ഇനി ഒരിക്കൽ കൂടി ആ ചങ്ങലമാടന് പുറത്തേക്ക് വരണമെങ്കിൽ ആൽമരത്തിന് ചുറ്റും ഏകദേശം 7 തവണ ആരെങ്കിലും പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ ഉറപ്പായും ചങ്ങലമാടൻ ആ മരത്തിൽ നിന്നും മോചനം ലഭിക്കുമായിരുന്നു എന്നൊക്കെയായിരുന്നു ആ ഗ്രാമത്തിൽ പറഞ്ഞു കേട്ടിരുന്ന കഥ. ഏകദേശം ഒരു മുത്തശ്ശി കഥ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ആ ഗ്രാമത്തിൽ നടന്ന ചില ആവാഹന ഉച്ചാരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നു ഈ ചങ്ങലമാടൻ്റേത്. എന്നാൽ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇതൊരു മുത്തശ്ശി കഥയായി ആ ഗ്രാമത്തിൽ മാറി. എന്നാലും ആരും തന്നെ ആ ഒരു ആൽമരത്തിന്റെ ഭാഗത്തേക്ക് പോവാറുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആ ഗ്രാമത്തിലുള്ളവർ. അടുത്ത ഗ്രാമത്തിലുള്ളവർക്കും ഈ ഒരു കഥ അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും ഈ ഒരു ആൽമരത്തിന്റെ അടുത്തേക്ക് തന്നെ വരാറുണ്ടായിരുന്നില്ല. ആ ഒരു ആൽമരം ആർക്കും വേണ്ടാത്ത രീതിയിൽ ആ ഒരു ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കിടന്നു. ആ ആൽമരത്തിൽ നിറയെ വള്ളിപ്പടർപ്പുകളും ആ ഭാഗത്തേക്ക് ആരും തന്നെ അധികം വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം മുഴുവൻ കാടുകീറിയ ഒരു വനം പോലെ തോന്നുമായിരുന്നു എന്നാണ് പറയാറുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. ഏകദേശം ഇന്ന് ഈ കാലഘട്ടം നിൽക്കുന്നത് 2026 എന്നാൽ ഞാൻ ഈ പറയുന്ന കഥ സംഭവിക്കുന്നത് ഏകദേശം 2000 കാലഘട്ടത്തിൽ ആ ഗ്രാമത്തിൽ പിന്നീട് ഒരിക്കൽ ഗ്രാമത്തിൽ പിന്നെയും ചങ്ങലമാടനെ കണ്ടു എന്നാണ് കഥ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ചങ്ങലമാടനെ കണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. കാലങ്ങളുടെ നീക്കുപോക്കുകളിൽ ആ ഗ്രാമത്തിൽ നിന്നും പുറമേയുള്ള നാടുകളിലേക്ക് പഠിക്കാനായും ജോലിക്കായും ഒരുപാട് പേർ ആ ഗ്രാമത്തിൽ നിന്നും പോവാറുണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഈ പറയുന്ന വരുണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അന്ന് എറണാകുളത്തേക്ക് പഠിക്കാനായി പോയിരിക്കുകയായിരുന്നു. വരുണിനെ എപ്പോഴെങ്കിലും ആയിരുന്നു ലീവ് ലഭിക്കുക. എഞ്ചിനീയറിംഗ് പഠനം ആയതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും മാത്രമേ അവന് അവധി ലഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ എല്ലാ അവധിക്കും അവൻ നാട്ടിലേക്ക് വരുമായിരുന്നു. കാരണം അവന് ഏറെ പ്രിയപ്പെട്ട അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ. അങ്ങനെയാണ് ഒരിക്കൽ അവന് ഒരു വേനൽ അവധി പോലെ ഒരു അവധി ലഭിക്കുന്നത്. അങ്ങനെ അവൻ നാട്ടിലേക്ക് വരാനായി ഒരുങ്ങിയിരുന്നു. അന്നത്തെ അവസാനത്തെ ക്ലാസ്സും കഴിഞ്ഞ് അന്ന് കോളേജ് അടച്ച ദിവസം അവൻ നാട്ടിലേക്ക് വരാനായി ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. അന്ന് ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവൻ്റെ ഗ്രാമത്തിലേക്കുള്ള ഒരു ബസ് പോലും അവന് ലഭിച്ചില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു തൻ്റെ ഒരു കൂട്ടുകാരൻ അശോക് അവനെ തേടിയെത്തിയത്. അശോകിന്റെ കയ്യിൽ ഒരു കാറുണ്ടായിരുന്നു. അശോക് ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകനായിരുന്നു. ആ സമയത്ത് വരുണിനോട് അശോകൻ പറഞ്ഞു, നീ ഒരുപാട് നേരമായല്ലോ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നു, ഇനിയും നിന്റെ ബസ് വന്നില്ലേ എന്ന് ചോദിച്ചു. അതിന് വരുൺ പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് പോകേണ്ട ഒരു ബസ്സും എനിക്ക് ലഭിച്ചില്ല. ഇനി ഈ സമയത്ത് ഞാൻ ഏതെങ്കിലുമൊക്കെ ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും പട്ടണങ്ങളിൽ മാത്രമേ എനിക്ക് ഇറങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവിടെ നിന്ന് പിന്നീട് എൻ്റെ ഗ്രാമത്തിലേക്ക് പോകാൻ ഞാൻ പിന്നെയും ആരെയെങ്കിലും കാത്തിരിക്കണം. എൻ്റെ വീട്ടിൽ നിന്നും എന്നെ കൊണ്ടുവരാൻ ആരും ഇല്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ എന്നെ വരാൻ വേണ്ടി അവിടെയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്കുള്ള ബസ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അശോകൻ കാറിൽ നിന്നിറങ്ങി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഓഫീസിൽ ഇനി ആ ഗ്രാമത്തിലേക്ക് ബസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇന്നിനി അങ്ങോട്ടേക്ക് ബസ്സില്ല, നാളെ പുലർച്ചെ മാത്രമേ അങ്ങോട്ടേക്ക് ബസ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ വരുണിന് സത്യത്തിൽ സങ്കടമാണ് തോന്നിയത്.
കാരണം അവൻ ഏറെ ആഗ്രഹിച്ച ഒരു വെക്കേഷൻ ആയിരുന്നു ഇത്. അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ഒരുപാട് സമയം ചെലവഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. വരുൺ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ നിന്നായിരുന്നു അവൻ വളർന്നതും പഠിച്ചതുമൊക്കെ. അതുകൊണ്ട് അവന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അശോകൻ പറഞ്ഞത്, ഇനി നീ എങ്ങനെ പോകുമെന്ന്. ആ സമയത്ത് വരുൺ അശോകനോട് ചോദിച്ചു, നീ എന്നെ ഒന്ന് കൊണ്ടുവിടാമോ എന്ന്. നിനക്ക് അതിനു വേണ്ടിയിട്ടുള്ള പെട്രോളോ പണമോ എന്താ എന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അശോകൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുവിടാം, അതിന് നീ പണമൊന്നും തരണ്ട, നീ എൻ്റെ നല്ല സുഹൃത്തല്ലേ, അപ്പോൾ ഞാൻ ഉറപ്പായും നിന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അവൻ്റെ നാട്ടിലേക്ക്, അവൻ്റെ ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം വരുൺ അശോകനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്നിനി എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ വീട്ടിൽ താമസിച്ചതിന് ശേഷം നാളെ നിനക്ക് തിരിച്ചു പോകാം. ഈ ഒരു വെക്കേഷനിൽ എൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചു എന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കുമല്ലോ എന്നൊക്കെ അവർ തമാശയ്ക്ക് പറഞ്ഞു. ആ സമയത്ത് അശോകൻ പറഞ്ഞു, ശരി, ഇന്ന് രാത്രി ഞാൻ നിന്റെ ഗ്രാമത്തിൽ നിന്റെ വീട്ടിൽ താമസിക്കാം, നല്ല പായസമൊക്കെ ഉണ്ടാക്കി തരണമെന്ന ചില രസകരമായ നിമിഷങ്ങളിലൂടെ അവർ ആ കാറിൽ മുന്നോട്ടേക്ക് പോയി. ഏകദേശം അവർ എറണാകുളത്ത് നിന്നും മടങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ പോകെ ആ ഒരു പാലക്കാടിൻ്റെ അതിർത്തിയിലെത്തി. അങ്ങനെ അവിടെ നിന്നും എത്തിയ ശേഷം പിന്നീട് വരുണിനെ ഉള്ളിൽ വല്ലാത്ത തരം ഭയം തോന്നി. ആ സമയത്ത് അശോകൻ വരുണിനോട് ചോദിച്ചു, നിന്റെ മുഖം എന്താണ് ഒരു ഉഷാറില്ലാത്ത പോലെ? നീ വരുന്ന സമയത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് വരുൺ ഒന്നും പറഞ്ഞില്ല. ഇല്ല, പ്രത്യേകിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അശോകൻ പറഞ്ഞു, ഇനി ഏതായാലും അർദ്ധരാത്രി ആവാറായില്ലേ, നമുക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് വരുൺ പറഞ്ഞു, ഇനി ഒന്നും കഴിക്കാനൊന്നും നിൽക്കണ്ട, ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരിക്കുന്നു, ഇനിയും വൈകി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അരുൺ ഒന്ന് നിർത്തി. ആ സമയത്ത് അശോകൻ പറഞ്ഞു, ഇനി വൈകിയാൽ എന്താണ് കുഴപ്പം, നമുക്ക് പുലരുന്നതിന് മുമ്പേ എപ്പോൾ വേണമെങ്കിലും വീട്ടിലെത്തിയാൽ പോരെ എന്ന്. പോരാ അശോക, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം, നിനക്ക് ഈ ഗ്രാമത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അശോകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ ഗ്രാമത്തിന് ഇത്ര പ്രത്യേകത എന്നൊക്കെ. വരുൺ ഒന്നും തന്നെ മിണ്ടിയില്ല. വരുൺ സൈലന്റ് ആയിട്ടിരുന്നു. വരുൺ നിശബ്ദനായിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്നും അവർ ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്താണ് വരുണിന് ഉള്ളിൽ ഭയം കൂടി വന്നത്. എന്നാൽ വരുണിന് ആ ഭയം കൂടി വരാൻ ഒരു കാര്യമുണ്ടായിരുന്നു. അവർ പോവാൻ പോകുന്നത് ആ ഒരു ആൽമരത്തിന്റെ അടിയിലൂടെയുള്ള ഒരു വഴിയിലൂടെയായിരുന്നു. കാരണം പട്ടണത്തിൽ നിന്നും ആ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായാലും ആ ഒരു വഴി മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതൊന്നും ആയിരുന്നില്ല വരുണിന്റെ പേടി. അന്നൊരു അമാവാസിയുള്ള ദിവസമായിരുന്നു. ഈ അമാവാസി നാളിൽ വൃക്ഷം കാണാൻ അതിഭയങ്കരമായി തോന്നാറുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നത് മാത്രമല്ല, അമാവാസി ദിവസം ഈ പിശാചുക്കൾക്ക് ശക്തികൾ കൂടുന്ന സമയമാണ്. ആ സമയത്ത് ആ വഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ മേലേക്ക് ഈ ചങ്ങലമാടൻ്റെ ബാധ കയറാനും അതിനെ കണ്ട് ഭയപ്പെടാനുമുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് മുത്തശ്ശിയുടെ വാക്കുകളിൽ നിന്നും അവന് വ്യക്തമാണ്. അതൊക്കെയായിരുന്നു വരുണിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം 500 മീറ്റർ ദൂരെ നിന്ന് തന്നെ ആ ഒരു പടുവൃക്ഷം അവന് കാണാൻ സാധിച്ചിരുന്നു. ഒരു ഭയാനകമായ ഒരു ആൽമരം. ആ ആൽമരം ഇരുട്ടിന്റെ വശ്യത കൊണ്ട് ഒരു ഭീകര മരം പോലെ അവന് തോന്നിക്കൊണ്ടിരുന്നു. ആ സമയത്ത് വരുൺ അശോകനോട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്നും അല്പം സ്പീഡിൽ പോകാമോ? അതിന് അശോകൻ ചോദിച്ചു, നിനക്ക് എന്താണ്, വട്ടായോ? നമ്മൾ ഇത്രയും സമയം നല്ല രീതിയിലാണല്ലോ ഇങ്ങോട്ടേക്ക് എത്തിയത്, നിന്റെ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ നിനക്ക് എന്താണ് പറ്റിയത്? ആ സമയത്ത് വരുൺ പറഞ്ഞു, നീ ആ ഒരു വൃക്ഷം കണ്ടു, ആ വൃക്ഷത്തിന് പിന്നിൽ ഒരുപാട് കഥയുണ്ട്, അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം, ഇത്രയും പെട്ടെന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അശോകൻ പറഞ്ഞു, നീ ഈ കഥ പറയാതെ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് ആ ആൽമരത്തിന് അരികിലായി അവൻ കാറ് നിർത്തി. എന്നിട്ട് വരുൺ പിന്നെയും അശോകനോട് പറഞ്ഞു, നീ ദയവ് ചെയ്ത് ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒന്ന് പോവാമോ എന്ന്. എന്നാൽ അശോകൻ പറഞ്ഞു, നീ അതിൻ്റെ കഥ പറയാതെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും ഈ കാറ് ചലിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ നിനക്ക് കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൈശാചിക സങ്കല്പമായിരുന്നു ചങ്ങലമാടൻ.
ഒരു ഗ്രാമത്തിൽ നിന്നോ മറ്റൊരു ഗ്രാമത്തിലേക്ക് അതിന് ഒരു സഞ്ചാരപാത ഉണ്ടായിരുന്നു. ആ ഒരു സഞ്ചാരപാതയായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിന് ഉള്ളിലൂടെയുള്ള ഈ വഴി. എന്നാൽ അന്നത്തെ കാലത്ത് ഈ ചങ്ങലമാടനെ നേരിട്ട് കണ്ടവരാരും തന്നെ പിന്നീട് ജീവനോടെ തിരികെ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കൽ ദൂരെ നിന്നും വരുന്ന സമയത്ത് ഒരുപാട് വൈകിയായിരുന്നു ഈ ഗ്രാമത്തിലെത്തിയത്. അന്ന് ഈ വഴി പോകുന്ന സമയത്താണ് ഈ ചങ്ങലമാടന്റെ ഉപദ്രവത്തിൽ നിന്നും എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടത് എന്ന് എന്നോട് എപ്പോഴും മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അശോകൻ പൊട്ടിച്ചിരിച്ചു. നീ ഈ കാലഘട്ടത്തിലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന്? നിന്റെ അച്ഛനും അമ്മയും എന്തോ ഒരു അപകടത്തിൽ മരിച്ചതാണെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ആ ഒരു സെൻസിൽ തന്നെ നിനക്കത് എടുത്താൽ മതി. ചങ്ങലമാടൻ, പ്രേതം, പിശാച്, ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് നീ ആ ഒരു മരണത്തെ എന്തിനാണ് വളച്ചൊടിക്കുന്നത് എന്ന് അശോകൻ വരുണിനോട് പരിഹസിച്ചു പറഞ്ഞു. അങ്ങനെയല്ല അശോക, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. പിന്നീട് ഒരുപാട് മന്ത്രവാദികളൊക്കെ കൂടിച്ചേർന്നാണ് ആ ഒരു ചങ്ങലമാടനെ ഈ ഒരു മരത്തിൽ ബന്ധിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ചങ്ങലമാടൻ എപ്പോഴെങ്കിലും അതിനെ പുനർജനിക്കണമെങ്കിൽ ഈ ആൽമരത്തിന് ചുറ്റും 7 തവണ ആരെങ്കിലും വലം വെക്കുകയാണെങ്കിൽ ഉറപ്പായും ആ ചങ്ങലമാടൻ പുറത്തു വരും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നൊക്കെ വരുൺ അശോകനോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ അശോകൻ വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് ആ ആൽമരത്തിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ വരുണും ആ കാറിൽ നിന്നിറങ്ങി അശോകനോട് പറഞ്ഞു, നീ ദയവ് ചെയ്ത് ആ ആൽമരത്തിന്റെ അടുത്തേക്ക് പോകരുത്, എന്നെ ഓർത്തെങ്കിലും നീ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞു. എന്നാൽ അശോകൻ വരുണിന്റെ വാക്ക് ഒന്നും തന്നെ കേട്ടില്ല. അവൻ ആ ആൽമരത്തെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടേയിരുന്നു. പുറമെ നിന്നും നോക്കുന്ന സമയത്ത് വരുണിന് ആ ആൽമരം ഒരു ഭീകര സത്വത്തെ പോലെ തോന്നിയിരുന്നു എന്നത് സത്യം തന്നെ. കുറച്ചു സമയം മുന്നോട്ട് ചെന്നതിന് ശേഷം അശോകൻ തിരിഞ്ഞു നോക്കി വരുണിനോട് പറഞ്ഞു, നീ കാത്തിരിക്കുക, നിന്റെ ചങ്ങലമാടനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ 7 തവണ ഈ മരത്തിന് ചുറ്റും വലം വെക്കാൻ പോവുകയാണ്. 7 തവണ വലം വെച്ചതിന് ശേഷം നീ ചങ്ങലമാടനെ കാണുമോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് അശോകൻ ഓരോ തവണകളായി ആ ആൽമരത്തിന് ചുറ്റും വലം വെക്കാനായി തുടങ്ങി. അങ്ങനെ 1, 2, 3 അങ്ങനെ ഓരോന്നായി എണ്ണി അശോകൻ ആ മരത്തിന് ചുറ്റും വലം വെച്ചു തുടങ്ങി. അങ്ങനെ 7ാമത്തെ വലം വയ്ക്കലും കഴിഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് വരുണിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് ആ പടുവൃക്ഷം കാറ്റില്ലാതെ ഇളകാൻ തുടങ്ങി. ആഞ്ഞു വീശുന്ന കാറ്റ് പോലെ ആ മരം തലകുലുക്കാൻ തുടങ്ങിയതുപോലെ. എന്നിട്ട് അതിന് പുറകിൽ നിന്നും എന്തോ ഒരു ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടോടാൻ തന്നെ അശോകൻ പുറമേക്ക് തിരിഞ്ഞു നോക്കി. ആ സമയത്ത് ദൂരെ നിന്നും വരുൺ ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു. വരുൺ അശോകനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന്. ആ സമയത്ത് അശോകനും ഉള്ളിൽ ഭയം അല്പാൽപമായി ഏറി വന്നുകൊണ്ടിരുന്നു. ആ സമയത്തേക്ക് വരുണിന്റെ അടുത്തേക്ക് അശോകൻ എളുപ്പത്തിൽ നടന്നെത്തിയിരുന്നു. എന്നിട്ട് അശോകൻ വരുണിനോട് പറഞ്ഞു, നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. ആ സമയത്ത് വരുൺ പറഞ്ഞു, ഇതൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളാണ്. ഇതിൽ സത്യമില്ലാതെ ഇതുവരെ ആരും ഈ മരത്തിന് ചുറ്റും വലം വെക്കാനായിട്ട് പോയി ആ ഭാഗത്തേക്ക് ആരും തന്നെ വരാറുണ്ടായിരുന്നില്ല. നിനക്കൊരു കാര്യം അറിയോ? ആ ഒരു മരത്തിന് ചുറ്റും ഒരുപാട് പുൽച്ചെടികളുണ്ട്. എന്നാൽ ഒരു പക്ഷിമൃഗാദി പോലും ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ എൻ്റെ ഈ ജീവിതത്തിനിടയിൽ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദത്തിന് പിന്നിലും എന്തെങ്കിലും ഉണ്ടാവാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു അവർ ആ ഒരു ഭീകരമായ കാഴ്ച കാണുന്നത്. ആ ആൽമരത്തിന് പുറകിൽ നിന്ന് ഒരു ഭീകര രൂപം ഒളിഞ്ഞു നോക്കുന്നത് പോലെ. എന്നാൽ അത് തലതിരിച്ച് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് അതിൻ്റെ കഴുത്തിൽ നിന്നും ഒരു വലിയ ചങ്ങല അവിടേക്ക് ഊർന്നു വീഴുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ രൂപം പതിയെ പതിയെ മുന്നിലേക്ക് വരാൻ തുടങ്ങി. ആ രൂപത്തിൻ്റെ ശരീരമാസകലം ചങ്ങല കൊണ്ട് മൂടിയിരുന്നു. സത്യത്തിൽ ഇതുതന്നെയായിരുന്നു ആ ആൽമരത്തിൽ ആവാഹിച്ച് തളച്ച ഈ ചങ്ങലമാടൻ. എന്നാൽ ചങ്ങലമാടന് ഒരുപാട് വർഷത്തെ ദാഹവും വിശപ്പും ഉണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ കണ്ടുമുട്ടിയ അവരെ ഭക്ഷിക്കാനായി ആ ഒരു ചങ്ങലമാടൻ അവരുടെ അടുത്തേക്ക് വന്നു തുടങ്ങി. എന്നാൽ അവിടെ നിന്നും വരുണും അശോകനും ഓടി രക്ഷപ്പെടാനായി അവരുടെ കാറിൽ എത്തിയതിനു ശേഷം ആ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കാറ് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അതിനെന്തോ സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. അങ്ങനെ അവർ രണ്ടുപേരും കാറിൻ്റെ ഗ്ലാസ് എല്ലാം കയറ്റി അതിനകത്ത് തന്നെ മിണ്ടാണ്ടിരുന്നു. ആ സമയത്തേക്ക് ആ ഒരു ചങ്ങലമാടൻ ഒരു പൈശാചിക രൂപത്തിൽ ആ കാറിനടുത്തേക്ക് വന്ന് അവരെ ഗ്ലാസ്സിലൂടെ ആ ചങ്ങലമാടൻ നോക്കുന്ന കാഴ്ച അതിഭയങ്കരമായിരുന്നു. അങ്ങനെ അവർക്ക് അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ അവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു.
പുറമേക്ക് ഇറങ്ങി ഓടാമെന്ന് കരുതി ആ കാറിൽ നിന്നിറങ്ങി ആ ഒരു വഴിയിലേക്ക് ഓടാൻ തുടങ്ങി. തൊട്ടുപുറകെ ആ ചങ്ങലമാടനും അവരെ തുരത്തിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം കുറെ ആളുകൾ ആ ആൽമരത്തിന് താഴെയായി ഓടിക്കൂടിയത് കണ്ടാണ് അവിടെയുള്ള പല നാട്ടുകാരും അങ്ങോട്ടേക്ക് എത്തിയത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ വരുണും അതിനടുത്തായി മയങ്ങി വീണ് കിടക്കുന്നതാണ് കണ്ടത്. അതിൽ അരുണിന് തീരെ ബോധമുണ്ടായിരുന്നില്ല. ശ്വാസം പോലും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമായിരുന്നു. അന്ന് രാത്രി ആ ചങ്ങലമാടന്റെ ആക്രമണത്തിൽ നിന്നും അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ആ ഗ്രാമവാസികൾക്ക് ഇന്നും ഒരു ഉത്തരമില്ല. അവർക്ക് പോലും എന്താണ് സംഭവിച്ചതെന്ന് പറയാനറിയില്ല. അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ വീണ്ടും ചങ്ങലമാടൻ പുനർജനിച്ചു എന്ന് ആ ഗ്രാമത്തിലുള്ളവർ എല്ലാവരും വിശ്വസിച്ചു. അതിനുശേഷം ആരും തന്നെ ആ ആൽമരത്തിന് താഴേക്കായി ആരും പിന്നീട് പോയിട്ടില്ല എന്നുമാണ് കഥ പറയുന്നത്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.